പവർ കട്ട് ഒഴിവാക്കിയെന്ന് പറയാൻ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് മുതൽ പവർ കട്ടുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലുണ്ട്. എൻ്റെ കാര്യം പുറത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള പവർ കോറിഡോർ ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ 25 വർഷത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ പുറത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും പവർ കോറിഡോർ റെഡിയായി. അത് തന്നെയാണ് 7 കൊല്ലമായിട്ട് ഈ ഗവൺമെന്റ് നടത്തിയത്. സ്ഥലം അദാനി കമ്പനിയിൽ നിന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ കരാർ റദ്ദാക്കി. പവർ കോറിഡോർ ലഭ്യമായതുകൊണ്ട് പുറത്തു നിന്ന് വൈദ്യുതി ലഭ്യമാകുന്നത് കൊണ്ടുമാണ് പവർ കട്ട് ഇല്ലാതായത്. പണ്ട് പുറത്തു നിന്ന് വൈദ്യുതി മേടിച്ചാൽ അതുണ്ടാകാനുള്ള പവർ കോറിഡോർ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ച് ഞങ്ങളുടെ കാലം പവർ കട്ടില്ലാത്ത കാലം, പഴയ കാലം, ഇരുണ്ട കാലം. അച്യുതാനന്ദ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുണ്ട കാലമാണല്ലോ കേരളത്തിൽ. വ്യാപകമായ തെറ്റായ പ്രചരണമാണ്. അതുപോലെ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. വൈദ്യുതി ബോർഡിൻ്റെ നഷ്ടത്തിലെ 90% കഴിഞ്ഞ വർഷവും 70% ഈ വർഷവും ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തു. എന്നിട്ട് വൈദ്യുതി ബോർഡ് ലാഭത്തിലാണെന്ന് പറയാണ്. നഷ്ടം ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തു. വൈദ്യുതി ബോർഡ്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, KSRTC എല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ് സർക്കാർ ചെലവിൽ. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.